വളരെ വലിയ വിശ്വാസവഞ്ചനയാണ് ശ്വേതയെ കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അവര് തമ്മിൽ എത്രയോ ആത്മബന്ധമുള്ള ആൾക്കാരാണ്. നിങ്ങൾ ഈ ലിപ്സ്റ്റിക് കിട്ടുന്ന സമയത്ത് തിരുപ്പേച്ചിട്ട് പല്ല് വെച്ചിട്ട് വാ. വേണ്ട വേണ്ട വേണ്ട. പിഷാരടി ജയിച്ചപ്പോ ശ്വേത പിഷാരടി ഉമ്മ വയ്ക്കുന്ന ഒരു ഇതാണ് പുറത്തുവിട്ട് ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചത്. അവർ അത്രയും അവർ ആത്മബന്ധമുള്ള ആൾക്കാരാണ് അവരൊക്കെ. ക്രൗൺ പ്ലാസ. ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. ഹലോ, ഐ ആം മുകേഷ് മാധവ്. ഈ ചിരി കേട്ടല്ലോ, ഈ ചിരിയിലൂടെയാണ് ഇപ്പോൾ പിഷാരടിയെ എല്ലാവരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. അവിടെ തെറ്റിദ്ധാരണയാണെന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ പിഷാരടിയെ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിൻഗാമിയായിട്ടാണ്. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടവുമായിട്ടൊക്കെ പിഷാരടിയെ കമ്പയർ ചെയ്യുന്നതെന്ന്. അവിടെ രാഹുൽ മാങ്കൂട്ടം കാണിച്ചു വെച്ച വൃത്തികേടുകളൊന്നും പിഷാരടി ചെയ്തിട്ടില്ല. അതിൻ്റെ 7 അയലത്ത് പോലും പിഷാരടിയുടെ ഈ വോയിസ് വരത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ രാഷ്ട്രീയമായിട്ട് വിരോധമുള്ളവർ, അതായത് പാലക്കാടിൻ്റെ MLA ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, അയാൾക്കെതിരെ രാഷ്ട്രീയപരമായിട്ട് പ്രയോഗിക്കാൻ ഇങ്ങനൊരു സംഭവം മാത്രം മതിയായിരുന്നു. അതെന്തായാലും ഇപ്പം നല്ല രീതിയിൽ കത്തിക്കയറുന്നുണ്ട്. പിഷാരടിയുടെ കോഴിത്തരങ്ങൾ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അവിടെയൊക്കെ എനിക്ക് ആ ഫോൺ സംഭാഷണം കേട്ടപ്പോൾ തോന്നിയത് ഒരു വിശ്വാസവഞ്ചനയാണ്. അതായത് അടുത്തറിയാവുന്നൊരു കൂട്ടുകാരി നമ്മുടെ ഫോൺ സംഭാഷണം പുറത്തേക്ക് വിടുന്നു, അതും നമ്മളെ തകർക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം. അല്ലെങ്കിൽ ഇങ്ങനൊരു ഫോൺ സംഭാഷണം ശ്വേത പുറത്തേക്ക് വിടലായിരുന്നു. അവിടെയൊക്കെ ആദ്യമായിട്ട് ഈ വോയിസ് റെക്കോർഡ് കേൾക്കുന്നവർക്ക് പലർക്കും സംശയം തോന്നാം. ഈ രീതിയിൽ മുനവെച്ച് സംസാരിക്കുന്ന എന്തുകൊണ്ടാണ്? ആ ചിരിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പിഷാരടിയുടെ ഉദ്ദേശം വേറെയാണ് എന്ന രീതിയിലൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ അവർ ഇതിനു മുമ്പ് എങ്ങനെ ആയിരുന്നു, പല വേദികളിലും അവരെങ്ങനെയാണ് സംസാരിച്ചിരുന്നത് എന്നുള്ളതൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ പലർക്കും ആ അഭിപ്രായം മാറും. അതിനെക്കുറിച്ച് ഇപ്പോൾ അമ്മയിലെ അംഗങ്ങൾ തന്നെ പല കാര്യങ്ങളും പുറത്തു വന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് പിഷാരടിയും ശ്വേതാ മേനോനും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്ന് ബീന ആൻ്റണി തുറന്നു പറയുന്നുണ്ട്. അവിടെയൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പിഷാരടി പാലക്കാട് നിന്ന് ജയിച്ചപ്പോൾ പിഷാരടിക്ക് ഉമ്മ കൊടുക്കുന്നൊരു ഫോട്ടോയായിരുന്നു ശ്വേതാ മേനോൻ പുറത്തുവിട്ടത്. അങ്ങനെയുള്ളപ്പോൾ അത്രമാത്രം അടുപ്പമുള്ള ഒരു കൂട്ടുകാർ ചെയ്യേണ്ട പരിപാടിയാണോ എന്നുള്ളതും ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും ബീന ആൻ്റണിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് തിരക്കുകളും കാരണങ്ങളായതുകൊണ്ട് ഇപ്പം ഇത്ര നീണ്ടുപോയത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അമ്മയില് ഇപ്പൊ ഈ കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസൊക്കെ എല്ലാവരും വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ പറയുന്നുണ്ടാവും അമ്മയിലെ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പബ്ലിക്കിനും ചോദിക്കാം. പക്ഷെ അമ്മ എന്നൊരു സംഘടന എന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഈ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടത്, ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഘടന തന്നെയാണ് എത്രയോ വർഷങ്ങളായിട്ട്. അപ്പൊ അതിലൊരു അതിന്റെ ഇടയിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതൊരു പറയാ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒത്തൊരുമയില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് ഞങ്ങളെ നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. മാനസികമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമത്തിലാണ്. അപ്പൊ അത് ഈ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ഉണ്ടായ ഇഷ്യൂസ് ഒക്കെ അല്ലേ, ഞാനിനി അതൊന്നും തിരിച്ചും പറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്നൊരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ ഒരു ക്ലാരിറ്റി പറയുകയാണെ, എന്റെ പ്രേക്ഷകർ, എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ ഇതിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഒരു ഭാഗം ക്ലിയർ ചെയ്യണം. അപ്പൊ അന്ന് കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഇന്റർവ്യൂവിൽ വന്നപ്പോൾ ഞാനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ശ്വേതയടക്കമുള്ള ശ്വേതയുടെ ഇതിൽ വന്ന ആ ഒരു ഭരണസമിതിക്ക് ഒരുപാട് പിഴവുകൾ ആദ്യം സംഭവിച്ചു. ഇവിടെ ബീന ആൻ്റണി പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്വേതയ്ക്ക് പിഴവുകൾ സംഭവിച്ചു. അങ്ങനെയുള്ള പിഴവുകൾ സംഭവിച്ചത് കൊണ്ട് തന്നെയാണ് അഡോക് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് പിഷാരടി വന്നത്. അവിടെ പല കാര്യങ്ങളിലും ചർച്ചകൾ നടന്നുകൊണ്ട് ശ്വേതയോട് പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അവിടെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള സമയത്ത് മുൻപുണ്ടായിരുന്ന അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അതിന് കോട്ടം സംഭവിച്ചിരിക്കാം. അപ്പോഴൊന്നും അവിടെയൊക്കെ പിഷാരടി ഓർക്കുന്നില്ലായിരിക്കാം ഇത് പുറത്തു പോകുമെന്നോ, ഇത് നാളെ വിവാദമാകുമെന്നോ, ഇത് നല്ല രീതിയിൽ തന്നെ ബാധിക്കുമെന്നോ ഒന്നും പിഷാരടി വിചാരിച്ച് കാണത്തില്ലായിരിക്കാം. അവിടെയൊക്കെ വേണമെങ്കിൽ പലർക്കും ചോദിക്കാം, പിഷാരടിയും ശ്വേതാ മേനോനുമായിട്ട് അങ്ങനെ ഒരു ബോണ്ടുണ്ടോ, അല്ലെങ്കിൽ അവർ തമ്മിൽ ഇതേ രീതിയിലുള്ള സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് പലർക്കും സംശയമായിരിക്കാം. അതിന് വേണമെങ്കിൽ തെളിവായിട്ട് നമുക്ക് കുറേ ക്ലിപ്പുകൾ കാണാൻ കഴിയും. അതായത് പിഷാരടിയും ശ്വേതയും തമ്മിൽ ഇതേ രീതിയിൽ, ഇതേ വൈബിൽ, അതായത് ഒന്നും അറിയാത്ത ശ്വേതാ മേനോൻ പിഷാരടിയുടെ ഇതേ രീതിയിലുള്ള സംസാരത്തിന് കൗണ്ടർ പറയുകയും അതിനെ എൻജോയ് ചെയ്യുന്ന ചില പ്രോഗ്രാം ക്ലിപ്പുകളൊക്കെ കാണുമ്പോഴായിരിക്കും നമുക്ക് അവർ തമ്മിലുള്ള ബോണ്ട് മനസ്സിലാവുന്നത്. അതൊരു പക്ഷെ കാണാത്തവർക്ക് ഇത് പിഷാരടി ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നുള്ള തോന്നൽ വരാം. എന്തായാലും നമുക്ക് ശ്വേതയും പിഷാരടിയും ഇതിനു മുമ്പ് പല പരിപാടികളിലും ഇതേ രീതിയിൽ സംസാരിക്കുന്ന ചില ക്ലിപ്പുകൾ കൂടി കണ്ടു നോക്കാം. അതിനുശേഷം ഈ വോയിസ് റെക്കോർഡ് കേൾക്കുമ്പോൾ വലിയ തെറ്റായിട്ട് തോന്നുന്നില്ല. എന്തായാലും ആ ക്ലിപ്പുകളൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ഈ ലിപ്സ്റ്റിക് കിട്ടുന്ന സമയത്ത് തിരുപ്പേച്ചിട്ട് പല്ല് വെച്ചിട്ട് വാ. വേണ്ട വേണ്ട
വേണ്ട അരുത് മാ നിഷാദ. ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ ചോദിക്കാം ഇത് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ളതല്ലേ, അതൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ആ വോയിസ് റെക്കോർഡിൽ ശ്വേതാ മേനോൻ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കത്തത്തില്ല, ഞാനൊരു സ്ട്രെയിറ്റ് ഫോർവേഡാണ്, അതുകൊണ്ട് ഇതൊന്നും എനിക്ക് മനസ്സിലാവത്തില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഇതിനു മുമ്പും പിഷാരടി പല പരിപാടികളിലും വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അതൊക്കെ എൻജോയ് ചെയ്യുകയും അതിന് കൗണ്ടറായിട്ട് പല കാര്യങ്ങളും പറയുകയും ചിരിക്കുകയും ചെയ്ത ശ്വേതാ മേനോന് അതൊന്നും മനസ്സിലാവുന്നില്ല, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് കത്തത്തില്ല എന്ന് പറയുന്നതിലോട് ഒട്ടും യോജിക്കാൻ കഴിയത്തില്ല. കാരണം പിഷാരടി പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്വേതാ മേനോൻ എൻജോയ് ചെയ്തിട്ടുള്ളതാണ്, അവരതിന് കൗണ്ടറും അടിച്ചിട്ടുള്ളതാണ്. ഇതേ പ്രോഗ്രാമിൽ വെച്ച് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്ന വ്യക്തികളാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അതൊക്കെ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ളതാണെന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പക്ഷേ ആ വോയിസ് റെക്കോർഡ് മാത്രം കേൾക്കുന്നവർക്ക് സംതിങ് റോങ് ആയിട്ട് തോന്നാം. എന്നാൽ ഇവർ തമ്മിൽ ഇങ്ങനൊരു ബോണ്ട് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ ആ വോയിസ് റെക്കോർഡ് അത്ര കുഴപ്പമായിട്ട് തോന്നത്തില്ല. എന്തായാലും പിഷാരടി ഇങ്ങനെയുള്ള കമൻറ്റുകൾ പറയുന്നതും അത് ശ്വേതാ മേനോൻ എൻജോയ് ചെയ്യുന്നതും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഭാഗ്യം പേസ്റ്റിനെ പറ്റി പറഞ്ഞു, ഞാൻ സോപ്പിനെ പറ്റി പറഞ്ഞെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അല്ലേ രക്ഷപ്പെട്ടിരിക്കുക ഞാൻ. അതെ, അവിടെയൊക്കെ ശ്വേതാ മേനോൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. പിഷാരടി പറയുന്ന കൗണ്ടറിനെ ആ രീതിയിൽ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിഷാരടിക്ക് ഉമ്മ വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ തന്നെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അയ്യോ, ഒരു പാഠം വിട്ടുപോയി. എന്താ? കിന്നാരത്തുമ്പികൾ. പിന്നെ ഒന്നുകൂടി കാമസൂത്ര. അവിടെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാം ശ്വേതാ മേനോൻ എങ്ങനെയാണ് അതിന് തിരിച്ച് റെസ്പോൺസ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ അത് എൻജോയ് ചെയ്യുന്നതെന്നും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ തമ്മിലുള്ള ബോണ്ട് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ആ രീതിയിലുള്ള വൈബിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും. അതിനുശേഷം പിഷാരടി MLA ആയെന്ന് പറഞ്ഞിരുന്നാൽ തന്നെയും അവർ തമ്മിലുള്ള ബോണ്ട് അങ്ങനെ ആയിരുന്നു. അത് ആ ഷോയിലെ പല ക്ലിപ്പുകൾ എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. ഈ ഒരു ഇൻസിഡൻറ്റ് മാത്രമല്ല എന്നും ഇങ്ങനെയാണ് ഇവർ മുൻകാലങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരുന്നതെന്നും വ്യക്തമാക്കുന്ന കുറേ ക്ലിപ്പുകളാണത്. അങ്ങനെയുള്ളപ്പോൾ ഈ ക്ലിപ്പുകളൊന്നും കാണാതെ ആ വോയിസ് റെക്കോർഡ് കേൾക്കുന്നവർക്ക് സംശയം തോന്നുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇങ്ങനെയാണ് അവരുടെ ബോണ്ടെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശ്വേതാ മേനോൻ പുറത്തുവിട്ട വോയിസിൽ ഇവരുടെ ബോണ്ട് ഇങ്ങനെയാണെന്ന് മനസ്സിലാവും. അത് തെളിയിക്കുന്നത് തന്നെയാണ് ഈ ക്ലിപ്പുകളൊക്കെ. അത് ഇംഗ്ലീഷ് മൂവിയാടാ, ഏതാ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇംഗ്ലീഷ് മൂവിയാ. ഇംഗ്ലീഷ് ഞാൻ മൂവി ആയിട്ട് കാണാറില്ല. ഞാൻ അതിന്റെ ട്രെയിലർ മാത്രമേ കാണുള്ളൂ. മൂവി കണ്ടാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് കാണുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വ്യക്തമാവും ഇവർ തമ്മിൽ എങ്ങനെ ആയിരുന്നു എന്ന്, അത് എന്ത് റിലേഷൻ ആയിരുന്നു എന്ന്. കാരണം പിഷാരടി പറയുന്ന ഓരോ കാര്യങ്ങളും അത് ഏത് രീതിയിലുള്ളതാണെന്നും അതിന് അതേ രീതിയിൽ തന്നെ മറുപടി കൊടുക്കണമെങ്കിൽ ഒന്നും അറിയാത്ത വ്യക്തിയാണ് ശ്വേതാ മേനോൻ എന്ന് പറയാൻ കഴിയത്തില്ല. പക്ഷേ ശ്വേതാ മേനോൻ ആ വോയിസ് റെക്കോർഡിൽ പറയുന്നത് ഒന്നും അറിയാത്ത വ്യക്തി എന്നാണ്. അത് ചിലപ്പോൾ ഇത് പുറത്തു പോകാനുള്ള വോയിസ് റെക്കോർഡാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആയിരിക്കണം. ഓ, നിങ്ങൾ കുറെ കാവച്ചുള്ള കളങ്കമുള്ള മനസ്സുള്ള ആൾക്കാരാണ്, അതാണ് പ്രശ്നം. എനിക്കത്ര കളങ്കമില്ലല്ലോ. ഇല്ല. അവിടെയൊക്കെ പിഷാരടി പറയുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിന് തിരിച്ച് റിപ്ലൈ കൊടുക്കുകയും അത് ചിരിക്കുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന ശ്വേതാ മേനോന് പിഷാരടി ഫോണിലൂടെ സംസാരിച്ചപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവത്തില്ല, ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് എന്ന് പറയുന്നതാണ് ആളുകൾ മറ്റു രീതിയിൽ ചിന്തിക്കാൻ ഇടയായത്. ഇവിടെയൊക്കെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ വൈബ് എങ്ങനെയാണ്, ഇവരെങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നതെന്ന്. ഇതൊന്നും വലിയ തെറ്റായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. ഞങ്ങളുടെ വാട്സപ്പിൽ സാംസ്കാരിക കൂട്ടായ്മ എന്നും പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. വേറെ ഒന്നുമില്ല, സാംസ്കാരിക ചിന്തകൾ മാത്രമേ അതിൽ വരാറുള്ളൂ. ഈ വാട്സപ്പ് കൂട്ടായ്മയെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഏത് രീതിയിലുള്ള വാട്സപ്പ് കൂട്ടായ്മ ആയിരിക്കും എന്നൊക്കെ ഊഹിക്കാവുന്നവർക്ക് ഊഹിക്കാം. അതൊക്കെ മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങളെക്കാളും നല്ലതായിട്ട് മനസ്സിലാവുന്നവരാണ് അവിടെ ഇരിക്കുന്ന ശ്വേതാ മേനോനും അവിടെ ഉള്ളവരും. അത് മാത്രം മനസ്സിലാക്കുക. പക്ഷെ നമ്മൾ പോലും പറയത്തില്ല ഞങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, നമുക്കത് മനസ്സിലാവുന്നില്ല എന്ന്. എന്നാൽ അവിടെയുള്ള ശ്വേതാ മേനോനും അവർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവിടേക്ക് അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്, അതിനെ എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആഗോളതപനം, ഓസോൺ പാളിയിലെ തുള, അങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഭയങ്കര സോഷ്യൽ റെലവന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണല്ലോ. അമേരിക്കൻ ടൈമാ. രാത്രി 9 മണി കഴിയുമ്പോഴേ ഗ്രൂപ്പ് ഉണരുള്ളൂ. അതെ, രാത്രി 9 മണി കഴിഞ്ഞിട്ടേ ആ ഗ്രൂപ്പ് ഉണരത്തോളൂ എന്ന് പിഷാരടി പറയണമെങ്കിൽ അത് ഏത് അർത്ഥത്തിലാണെന്നുള്ളതും എന്ത് കാര്യമാണെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അത് ശ്വേതയ്ക്കും മനസ്സിലാവുന്നുണ്ട്, ശ്വേത റിപ്ലൈ ചെയ്യുന്നുണ്ട്, ശ്വേത ചിരിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. അവിടെ ഒന്നും ഒരു പ്രോബ്ലം ഇല്ല. അതേ വൈബിലായിരിക്കും ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം ശ്വേത ഇതെല്ലാം ആ രീതിയിലേ കാണത്തുള്ളൂ എന്നുള്ള വിചാരത്തോടു കൂടിയായിരിക്കും ആ ഫോൺ സംഭാഷണത്തിലും പിഷാരടി സംസാരിച്ചത്. കാരണം അവർ തമ്മിലുള്ള ബന്ധം അങ്ങനെ ആയിരുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെ ആയിരുന്നു എന്ന് തന്നെയാണ് അമ്മയിലെ പല അംഗങ്ങളും പറയുന്നത്. അതായത് ബീന ആന്റണി തന്നെ പറയുന്നത് ഇത്രമാത്രം നല്ല ബോണ്ടിലുള്ള വ്യക്തികളായിരുന്നു ശ്വേതാ മേനോനും പിഷാരടിയും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ബീന ആന്റണി ആ വീഡിയോ ചെയ്യുന്നത്. അതിന്റെ ബാക്കിയോടെ നമുക്കൊന്ന് കണ്ടുനോക്കാം. ശ്വേതയോട് ഏറ്റവും അടുപ്പമുള്ള രണ്ട് സുഹൃത്തുക്കളാണ് അവർ തമ്മിലുള്ള സംസാരം ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് പിഷാരടിയെ പോലെ ഇത്ര ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ വേദനിപ്പിച്ചതിലും ഇതുപോലെ മോശമാക്കിയതിലും ഞാൻ എൻ്റെ
അത് എപ്പോഴും എന്നും ഞാൻ പറയുന്ന കാര്യമാണ്. അവർക്ക് തമ്മിലുള്ള അവരുടെ എന്താണ് സ്പ്ലിറ്റായിട്ട് അവർ പല പല ചേരിയായിട്ട് തിരിഞ്ഞു. ഓരോരുത്തർക്കും ഈഗോ പ്രശ്നങ്ങൾ വന്നു. ഇതൊക്കെ സംഭവിച്ചത് ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു. പക്ഷെ അന്ന് എന്താണ് അവരുടെ അന്നത്തെ ജനറൽ ബോഡിയിൽ അവർ സംസാരിക്കുന്നത് കേട്ടപ്പോഴൊക്കെ എന്തോ ഒരു ഇത് എനിക്ക് മനസ്സിലായി. അതിന് മുന്നേ അവിശ്വാസ പ്രമേയം വന്നപ്പോൾ ഞാനതിൽ ഒപ്പിട്ട ആളാണ്, ഇവര് നിൽക്കണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയതാണ്. പക്ഷെ അവർ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി അവർക്കൊരു 45 ഡേയ്സ് കൊടുക്കാമെന്ന്. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഞാൻ അവിടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അതിലൊന്നും ഒരു കാര്യമില്ല. അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വാക്ക് തർക്കങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ തീരുമാനത്തിൽ ഇവര് രാജിവെക്കുകയാണ്. ഈ 17 അംഗങ്ങളുള്ള ആ ഒരു സമിതി രാജിവെച്ചു എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി പോകുന്നു. പുറത്തു വന്ന് മാധ്യമങ്ങളെ കാണുന്നു. ശ്വേത പറയുന്നു ശ്വേത പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കുന്നു. അമ്മയിൽ നിന്ന് പോകരുതെന്ന് ഞങ്ങളെല്ലാവരും ഒന്ന് പറഞ്ഞു. ശ്വേത ആ ഒരു തീരുമാനം ഇപ്പൊ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും കേട്ടില്ല. പുള്ളിക്കാരിയുടെ ഇഷ്ടം പറഞ്ഞു, അതങ്ങനെ കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോ ഈ 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ശ്വേതയും പിഷാരടിയും തമ്മിലുള്ള പിഷാരടി ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിന്ന ആളാണ്. ഇപ്പൊ നല്ലൊരു പൊസിഷനിൽ ഏറ്റവും നല്ല എന്താ പറയുക ജനപിന്തുണയോടെ ഒരു MLA ആയിട്ട് വന്ന ആളാണ് പിഷാരടി. ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് പിഷാരടിയുടെ കാര്യത്തിൽ. ആ പിഷാരടി നമ്മുടെ ഈ അമ്മയുടെ ക്രൈസിസിൽ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഒരാളാണ്. ആ ആള് ഇവിടെ ബീനാൻഡി പറഞ്ഞതിൻ്റെ തൊട്ട് അമ്മയുടെ ഈ പ്രശ്നങ്ങളിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് പിഷാരടി. പക്ഷേ ആ ഹെൽപ്പിൽ എന്ത് സംഭവിച്ചു എന്ന് കഴിഞ്ഞാൽ പിഷാരടി അഡ്വോക്കേറ്റ് കമ്മിറ്റിയുടെ ചെയർമാനായി പല കാര്യങ്ങളും ചോദിച്ചു, പല കാര്യങ്ങളും മുൻകൈയെടുത്ത് നടത്താൻ തുടങ്ങി. അതിൽ പലരോടും പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടാവാം. കാരണം പിഷാരടി തന്നെ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പക്ഷേ ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നിൻ്റെയും താക്കോല് പോലും കിട്ടിയിട്ടില്ല, ഞങ്ങളിപ്പോഴും അതിന് വെയിറ്റിംഗ് ആണ്, മുൻ പ്രസിഡന്റോ അതിൻ്റെ ഭാരവാഹികളോ ഇതുവരെ ഒരു രേഖയും തന്നിട്ടുമില്ല, അതുപോലെ തന്നെ ഓഫീസിൻ്റെ ചാവി പോലും തന്നിട്ടില്ല എന്നൊക്കെ പിഷാരടി തന്നെ പത്രമാധ്യമങ്ങളോട് പറയുന്നുണ്ട്. അവിടെയൊക്കെ അവർ തമ്മിലുള്ള ബന്ധത്തിൽ ഇടിവ് വന്നിരിക്കാം. കാരണം ആ വാർത്താ സമ്മേളനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും പിഷാരടി എന്താണ് പറയുന്നതെന്നും ശ്വേതാ മേനോൻ എന്തുകൊണ്ടായിരിക്കാം ഈ വോയിസ് റെക്കോർഡുകളെല്ലാം പുറത്തു വിട്ടതെന്നും. എന്തായാലും പിഷാരടി അന്ന് പറഞ്ഞ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആ താൽക്കാലിക സ്റ്റേ ആണെങ്കിൽ ഞാൻ എന്താണെന്ന് അറിയാം, ഞങ്ങൾ അഡ്വക്കേറ്റ് കമ്മിറ്റി കയറിയതിനു ശേഷം ഇപ്പൊ 10-15 ദിവസമായില്ലേ, ഞങ്ങൾക്ക് ഇതിന്റെ മിനിറ്റ്സ് ബുക്ക് കിട്ടിയിട്ടില്ല, അവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറിയുടെ ഒന്നും ഓഫീസിന്റെ താക്കോലുകൾ കൈമാറിയിട്ടില്ല. എന്നിട്ട് പോലും ഞാൻ മിനിഞ്ഞാന്ന് പത്രസമ്മേളനത്തിൽ ഞാൻ 2 പത്രസമ്മേളനമേ കൂടിയുള്ളൂ. അത് ഒന്ന് പത്രസമ്മേളനം കൂടിയതല്ല, ഞാൻ നമ്മുടെ ഓപ്പറേഷൻ തൂഫാന്റെ ഉദ്ഘാടനം പാലക്കാട് കഴിഞ്ഞു വരുമ്പോൾ മാധ്യമങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചതാണ്. അപ്പോ ഇതൊന്നും തന്നില്ലെങ്കിലും നമ്മൾ ഇവരോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയൊക്കെയാണ് ചെയ്തത്. എനിക്കിതുമായി ബന്ധപ്പെട്ട് അമ്മ സംഘടന 10-32 വയസ്സായിട്ട് സംഘടനയെ കോടതിയിൽ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും എനിക്കില്ലായിരുന്നു. അത് രമ്യതയിൽ പരിഹരിക്കണം, ഞാൻ സംസാരിക്കാമെന്ന് ഓർത്തു. ഞാൻ അങ്ങനെ എന്റെ ആദ്യത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ശ്വേതയോട്, അൻസിബയോട്, ടിനിയോട്, അവരുടെ അഡ്വക്കേറ്റുമാരോട്, മല്ലിക ചേച്ചിയോട്, ലക്ഷ്മി പ്രിയയോട്, ഞാൻ ഇവരോടെല്ലാം മണിക്കൂർ കണക്കിന് സംസാരിച്ചു എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അങ്ങനെ മണിക്കൂർ കണക്കിന് സംസാരിച്ചതിൽ ഒരു ഓഡിയോ ആണ് ഇന്ന് ലീക്ക് എന്നാണ് നിങ്ങളൊക്കെ വാക്ക് ഉപയോഗിക്കുന്നത്. ലീക്കല്ല, റിലീസാണ്. ലീക്കും റിലീസും വ്യത്യാസമുണ്ടല്ലോ. റിലീസാണ്. അതിന്റെ ഓഡിയോ ക്വാളിറ്റിയുടെ വ്യത്യാസം, എന്റെ ഫോൺ ടോണും ബാക്കി ലൈവ് ടോണും കേട്ടല്ലോ എവിടുന്ന ലീക്കായെന്നൊക്കെ അല്ലെങ്കിൽ റിലീസായെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇത് നമ്മൾ പിഷാരടിയുടെ ആദ്യത്തെ വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ളപ്പോൾ പിഷാരടി പറഞ്ഞ ഇക്കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ശ്വേതാ മേനോനെ മോശമാക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന രീതിയിൽ തോന്നാം. ആ തോന്നലുകൾ തന്നെയാണ് പിന്നീട് പിഷാരടിയുമായിട്ടുള്ള ഇങ്ങനെയുള്ള സംഭാഷണം പുറത്തുവിട്ടത്. എന്നാൽ ആ വോയിസ് റെക്കോർഡ് മാത്രം കേൾക്കുന്നവർക്ക് അതെന്തോ പിഷാരടി ദുരുദ്ദേശം വെച്ചാണ് സംസാരിക്കുന്ന പോലെ തോന്നാം. ഞാനേ നിങ്ങളോട് ക്രൗഡ് പ്ലാസ എന്താ പരിപാടി ഇന്ന് വൈകിട്ട് ഞാൻ ഹസ്ബൻഡ് വരുമോ? അല്ല അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ ആ പരിപാടി, അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ എന്ന പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. വിഷു, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. അല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. ഇതെങ്ങനെ പുറത്തു പോയെന്ന് ഇപ്പോഴും ചർച്ചയൊക്കെയാണ്. പക്ഷേ ശ്വേതാ മേനോൻ അറിയാതെ ഇത് പുറത്തു പോകത്തില്ലല്ലോ.
അങ്ങനെയുള്ളപ്പോൾ ചേതാമേനോന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് പുറത്തു പോയിരിക്കുന്നത്. എന്തായാലും പിഷാരടി ഇത് പുറത്തു വിടുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ അവിടെയൊക്കെ ആളുകൾ കമ്പയർ ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമാണ്. അത് അദ്ദേഹത്തിന് ആ ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം പലരും അതിനെപ്പറ്റി ചോദിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ റിപ്ലൈയിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും പിഷാരടി അതിന് ശേഷം എന്താണ് പറഞ്ഞും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. അതായത് ഈ വോയിസ് റെക്കോർഡിനെ കുറിച്ച് പത്രമാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പിഷാരടിയുടെ റിപ്ലൈ എന്താണെന്നും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. മറ്റേ ഓടിയോ അതെന്താ സംഭവം ചതിച്ചതല്ലാണ്ട് ഒന്നും പറയുന്നില്ല, ഒന്നും പറയാനില്ല. വിശ്വാസവഞ്ചന ഉണ്ടായെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒന്നും പറയുന്നില്ല അതിനെ പറ്റിയൊക്കെ, ഒന്നും പറയാനില്ല. പറഞ്ഞല്ലോ മോനെ, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞല്ലോ. എല്ലാരും കൂടെ പറഞ്ഞു നിന്നു, പറഞ്ഞു. ഞാൻ സ്വമേധയാ മാറുന്നു. എനിക്ക് വേറെ തിരക്കുകളുണ്ട്, അതുകൊണ്ട് വിട്ടു കേട്ടോ. ഇല്ല, അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. വന്നാലും ഇറങ്ങട്ടെ. അവിടേക്ക് ഇത്രയും അടുപ്പമുണ്ടായിരുന്നൊരു വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഏത് രീതിയിൽ പിഷാരടിയെ ബാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതിനെക്കുറിച്ച് പിഷാരടി മറുനാടൻ ഷാദിനോടും വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെയൊക്കെ കോമഡിയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന പിഷാരടി ആ കോമഡി എല്ലാം വിട്ട് വേറൊരു രീതിയിലാണ് പിഷാരടിയുടെ സംസാരം എന്നാണ് മറുനാടൻ ഷാദിൻ തന്നെ പറയുന്നത്. അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. വളരെ വേദനയോടെ സങ്കടത്തോടെയാണ് പിഷു സംസാരിച്ചത്. പറ്റാനുള്ളത് പറ്റി, ഇതുണ്ടാക്കുന്ന ഡാമേജ് ചില്ലറയല്ല. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, സംഭവിച്ചത് മാറ്റി സംഭവിപ്പിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് പിഷാരടി വേദനയോടെ പറഞ്ഞത്. അത് സംഭവിച്ചതിന് പേരിൽ ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും വെല്ലുവിളിക്കാനോ ഒന്നും പിഷാരടി ഒരുങ്ങിയില്ല. പക്ഷെ പിഷാരടിയുടെ വാക്കുകൾ എന്നെ വേദനിപ്പിച്ചു. അത്രയേറെ ആശങ്ക ആ മനുഷ്യന്റെ ഇടറുന്ന ശബ്ദത്തിലുണ്ട്. ഇന്നവരെ പിഷാരടി തമാശ കലരാതെ ഒരു വാക്കുപോലും ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല. പിഷാരടിയുടെ ബ്രാൻഡാണ് പലപ്പോഴും പറയാനുള്ളത് പച്ചയ്ക്ക് പറയുക എന്നത്. ആ പിഷാരടിയെക്കുറിച്ച് ഒരു മോശം വാക്ക് പോലും പറയാൻ ആർക്കുമില്ലാതിരിക്കവേ ചിരകാലം ഇനി പിഷാരടിയെ വേട്ടയാടാൻ ഒരു ക്യാപ്സ്യൂൾ ഒരുക്കി കൊടുത്തതിന്റെ വേദനയും ഖിന്നതയും പിഷാരടിക്കുണ്ട്. ഇവിടേക്ക് പിഷാരടി തകർന്നു എന്ന് തന്നെ പറയാം. കാരണം ആ രീതിയിൽ നെഗറ്റീവായിട്ടാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും എല്ലാം ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പിഷാരടിക്ക് കിട്ടുന്നത്. അവിടെയൊക്കെ പിഷാരടിയെ കമ്പയർ ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടവുമായിട്ടാണ്. എന്നാൽ പിഷാരടിയും ശ്വേതാമേനോനും തമ്മിലുള്ള ആ ബോണ്ട്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഇതിനു മുമ്പും സംസാരിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയാവുന്നവർക്ക് അതൊരു വലിയ തെറ്റായിട്ട് തോന്നത്തില്ല. അത് തന്നെയാണ് ബീന ആന്റണി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ശ്വേതയോട് ഏറ്റവും അടുപ്പമുള്ള രണ്ട് സുഹൃത്തുക്കളാണ് അവർ തമ്മിലുള്ള സംസാരം ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് പിഷാരടിയെ പോലെ ഇത്ര ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ വേദനിപ്പിച്ചതിലും ഇതുപോലെ മോശമാക്കിയതിലും ഞാൻ എൻ്റെ ദുഃഖം രേഖപ്പെടുത്താണ്. അത് വളരെ മോശമായി പോയി എന്ന് തന്നെ ഞാൻ പറയണം. ഒരിക്കലും വളരെ വലിയ വിശ്വാസവഞ്ചനയാണ് ശ്വേതയെ കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അവർ തമ്മിൽ എത്രയോ ആത്മബന്ധമുള്ള ആൾക്കാരാണ്. പിഷാരടി ജയിച്ചപ്പോൾ ശ്വേത പിഷാരടി ഉമ്മ വയ്ക്കുന്ന ഒരു ഇതാണ് പുറത്തുവിട്ട് ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചത്. അത്രയും അവർ ആത്മബന്ധമുള്ള ആൾക്കാരാണ് അവരൊക്കെ. ആ ഒരു ഇതെടുത്ത് പുറത്തിട്ടപ്പോ ശ്വേത ഒരു കാര്യം ആലോചിക്കണ്ടേ, ആ മനുഷ്യനെ അത് എത്രമാത്രം ബാധിക്കും. ഇത്രയും പൊളിറ്റിക്കലി ഇത്രയും വലിയൊരു ഇമേജിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ എന്തുമാത്രം മോശം രീതിയിലാണ് ഇപ്പോൾ മറ്റുള്ള പാർട്ടിയിലുള്ളവരും ആൾക്കാരും പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും പിഷാരടിയെ ആക്കാൻ പാടില്ലായിരുന്നു ശ്വേത. ഞാൻ അതിൽ ശക്തമായിട്ട് ശ്വേതയോട് പ്രതിഷേധിക്കുന്നു. അതോടൊപ്പം ഈ ലാസ്റ്റ് നിമിഷത്തിൽ പിന്നെ വന്നിട്ട് ശ്വേത പറയുന്നു ഞാൻ രാജിവെച്ചിട്ടില്ല, ഞങ്ങളുടെ ഭരണഘടന ഇനിയും ഭരണസമിതി ഇനിയും തുടരൂ എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല ശ്വേത. അതിൽ ഇനി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനാ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളിലുള്ള വിശ്വാസം പിന്നെയും പോവുമല്ലേ ശ്വേത. ഇപ്പൊ ഈ ചെയ്തത് പിന്നെ നമ്മള് നിങ്ങളുടെ ഭരണസമിതി ഇരിക്കുമ്പോൾ ഓരോ സംഭവങ്ങൾ പുറത്തു പോയതിനെ കുറിച്ചൊക്കെ നമ്മൾ അന്നേ നിങ്ങൾക്ക് അവിടെയാണ് നിങ്ങളുടെ പരാജയം സംഭവിച്ചത്. നിങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ വെളിയിലേക്ക് വരുന്നത്. ഇപ്പൊ ശ്വേത തന്നെയല്ലേ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അതിനെന്ത് ന്യായമാണ് ശ്വേതയ്ക്ക് പറയാനുള്ളത്? അപ്പൊ എനിക്ക് വളരെ അതിനുള്ള ഒരു എതിർപ്പ് ഞാൻ എന്റെ പേഴ്സണൽ എതിർപ്പ് ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ആ ചെയ്തതിനോട് എനിക്ക് ഒരിക്കലും ശ്വേതയോട് യോജിക്കാൻ കഴിയില്ല. പിഷാരടിയോട് ചെയ്തത് വലിയൊരു തെറ്റായിപ്പോയി. പിന്നെ ഈ ഒരു സംഭവത്തിലും എന്തായാലും എല്ലാവരും വളരെയധികം വേദനയോടെ നോക്കിക്കാണുന്നു ഇനി അമ്മയുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. അമ്മ എന്ന സംഘടനയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും നയിക്കാനും ശക്തമായിട്ടുള്ള നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും സുരേഷ് ഏട്ടനും ഒക്കെ മുൻപന്തിയിലേക്ക് ഇറങ്ങണം. ഇത് ഞങ്ങളുടെ ഹംബിൾ റിക്വസ്റ്റ് ആണ്.
നമ്മളുടെ അമ്മയെ രക്ഷിക്കാൻ നിങ്ങളൊക്കെ തന്നെ മുന്നിലുണ്ടാവണം. ഇവിടെയൊക്കെ ഇത്രയൊക്കെ കാര്യങ്ങൾ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ പിഷാരടി സംസാരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അവർക്കത് ഹേർട്ടായില്ലേ? അതുകൊണ്ടല്ലേ അത് പുറത്തു വിട്ടത്? അവരപ്പോൾ ഇതൊന്നും മനസ്സിലാവാത്തൊരു വ്യക്തിയാണ്, ഇതൊന്നും എൻജോയ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. അവിടെയൊക്കെ ശ്വേതാമേനോൻ എതിർപ്പ് കാണിച്ചു എന്നുള്ളതിന് വ്യക്തമാണ് ഈ വീഡിയോ പുറത്തേക്ക് വിട്ടത്. അവർ തമ്മിൽ വലിയ ബന്ധമില്ലായിരുന്നു എന്ന് പറയുന്നവരൊക്കെ കാണുമായിരിക്കും. പക്ഷെ അവർ തമ്മിൽ അങ്ങനെയല്ല. അതും പിഷാരടി ജയിച്ചപ്പോൾ പിഷാരടിക്ക് ഉമ്മ കൊടുത്തുള്ള പോസ്റ്റാണ് ശ്വേതാമേനോൻ തന്നെ പോസ്റ്റ് ചെയ്തത്. അങ്ങനെ ഉള്ളപ്പോൾ അവർ തമ്മിൽ ഇതിനു മുമ്പും ഇതേ ബോണ്ടിലാണ് സംസാരിച്ചിരുന്നതെന്നും അതുപോലെ തന്നെ അതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുള്ള വ്യക്തിയാണ് ശ്വേതയെന്നൊക്കെ നമുക്ക് ഈ വീഡിയോ ക്ലിപ്പുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് അവരുടെ കൂടെയുള്ളവർ തന്നെ പറയുന്നുണ്ട്, അവർ തമ്മിൽ അങ്ങനെ ആരും സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടു കഴിയുമ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെയാണ് സംസാരിക്കാറുള്ളത്. എന്തോ ഒരു ദേഷ്യത്തിൻ്റെ പുറത്തോ ശ്വേത ഈ വോയിസ് റെക്കോർഡ് പുറത്തു വിട്ടു. എന്തായാലും ഈ ഒരു വോയിസ് റെക്കോർഡിലെ ഈ സംഭാഷണം കേട്ടിട്ടും ചിരി കേട്ടിട്ടും ഒക്കെ പിഷാരടിയെ ഒരു കോടിയായിട്ട് സ്ഥാപിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ എന്താണ്? പിഷാരടിയുടെ ആ വോയിസിൽ തന്നെ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിലുള്ള സംസാരമൊന്നും പിഷാരടി സംസാരിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ വോയിസ് റെക്കോർഡ് വെച്ച് പിഷാരടിയുടെ ഉദ്ദേശം വേറെ എന്താണെന്ന് പറയാൻ സാധിക്കത്തുമില്ല. ഇനിയിപ്പോൾ ഇനി ശേഷം എന്തെങ്കിലും വേറെ തെളിവുകളുമായിട്ട് വരികയാണെങ്കിൽ പിഷാരടിയെ കുറ്റപ്പെടുത്താം. അല്ലാതെ ഈ വോയിസ് റെക്കോർഡ് മാത്രം കേട്ടിട്ട് പിഷാരടി ഒരു മോശം വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എൻ്റേതായ അഭിപ്രായം മാത്രമാണ്. പലർക്കും പല വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം കാണാം. ഒരിക്കലും നിങ്ങൾ പിഷാരടിയെ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനോട് ഒട്ടും യോജിക്കുന്നില്ല. കാരണം പിഷാരടി എന്തെങ്കിലും മോശമായിട്ട് കാണിച്ചു എന്ന് ഒരാളും ഇതുവരെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സമയം വരെ പിഷാരടി എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ മോശം വ്യക്തിയാണെന്നോ എനിക്ക് തോന്നുന്നില്ല. ഇതെൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം കാണും. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.